നിങ്ങളുടെ രക്ഷത്തിൽ ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ടാവും. അല്ലാതെ മരിച്ചവരോട് പ്രാർത്ഥിച്ചവരുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ യാതൊരു തെളിവും ന്യായവും ഇല്ല. സഹായം ആരോട്? പിന്നെ നമ്മൾ കാണാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മൾ അറിയാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് അങ്ങനെ സഹായം ലഭിക്കാൻ ഇടയുണ്ടെന്നാണ്. അത് മരിച്ച ആളുകളാണ് എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സ്വന്തം വകയാണ്. അതിൽ പറഞ്ഞതൊന്നുമില്ല. അത് ശൗക്കാനും പറഞ്ഞിട്ടില്ല. മരിച്ച ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നതൊന്നും പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ, ഈ വിളി കേൾക്കുന്ന ജിന്നുണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുണ്ടാകും, മരിച്ച ജിന്നല്ല. എന്തേ മരിച്ച ജിന്നും ജീവുള്ള ജിന്നും വ്യത്യാസം? ഇപ്പൊ വ്യത്യാസം എവിടേക്കേ പോയി? ഇപ്പോഴോ ജിന്ന് പെട്ടാത്തന്നെ ശിർക്കായി, ജിന്ന് പെട്ടാത്തന്നെ ശിർക്കായി. എല്ലാം അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ് എന്നിടത്തല്ലേ പിന്നെ എത്തിയത്? അങ്ങനെയല്ലേ പിന്നെ പറഞ്ഞൊപ്പിച്ചത്? അതിന്റെ ദുരന്തം എന്താ? പ്രാർത്ഥനയ്ക്ക് ഇത്രയും കാലം പറഞ്ഞ നിർവചനം എന്തോ അവിടുന്ന് പിറകോട്ട് പോയി. വായിച്ചല്ലോ ഇവിടെ വിചിന്തനത്തിൽ എഴുതിയത്, ജിന്നും മലക്കും അഭൗതികമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. 2007 കരുവമ്പൊയില്. അതേ വിചിന്തനത്തിന് 2013 ജിന്നും മലക്കും ഭൗതികമല്ല, അഭൗതികം തന്നെ. 2007 അഭൗതികാന്ന് ബുദ്ധിയുള്ളവൻ പറയില്ലാൻ, 2013 ഭൗതികമല്ല, അഭൗതികം തന്നെ. ഈ മാറ്റം എവിടുന്ന് വന്നു? മാത്രമല്ല, ഈ ഒച്ചപ്പാടും ബഹളും തുടങ്ങിയപ്പോൾ KKP അബ്ദുള്ള എന്ന് പറയുന്ന മടവൂരി ചാരൻ, അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ഈ കളിയെല്ലാം കളിക്കുന്ന സമയത്ത് ആ KKP അബ്ദുള്ളയ്ക്ക് ഖണ്ഡനം എഴുതിക്കൊണ്ട് ഇസ്ലാഹി മാസികയിൽ ലേഖനം വന്നു. ആര്? MPA ഖാദർ കരുവമ്പൊയിൽ. ഒക്കെ എഴുതിയത് മൂപ്പര, എല്ലാം മൂപ്പര എഴുതിയത്. എന്തല്ല മോളെ കെട്ടിച്ച ശേഷം പിന്നെ മൂപ്പയ്ക്ക് ചെറിയ മാറ്റം. എന്താ സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ല. ആയിക്കോട്ടെ, പ്രാർത്ഥനയും നിർവചനങ്ങളും പുതിയ വസ്വാസുകളും. ഇതെന്നാ എഴുതിയത്? 2012 മാർച്ച്. 2012 മാർച്ച് ഈ ഒച്ചപ്പാടും ബഹളൊക്കെ തുടങ്ങിയതിന് ശേഷം അന്ന് മൂപ്പരെന്താ എഴുതിയത്? ഇവിടെ സുന്നിയാള് പുതിയ കുറെ വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് KKP അബ്ദുള്ള ഏറ്റുപാടി നടക്കുന്നുണ്ട്, അതൊക്കെ കളവാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുതിയ കളവ് 1. സൃഷ്ടികളുടെ കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾക്ക് അഭൗതിക കാര്യമെന്നും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളും എന്ന നിർവചനം പുതിയ കണ്ടുപിടുത്തമാണ്. അതാണ് ഒരു കളവായിട്ട് എഴുതിയത്. സൃഷ്ടികളെ കഴിവിന് അപ്പുറമുള്ളതാണ് അഭൗതികം എന്നത് പുതിയ കണ്ടുപിടുത്താണ് എന്ന് KKP പറഞ്ഞു. അതിന് മറുപടി എന്താ? മറുപടി പ്രാർത്ഥനയുടെ നിർവചനവും അതിലെ അദൃശ്യ മാർഗവും അഭൗതികവുമാണല്ലോ പ്രശ്നം. ഇവിടെ മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പരിമിതപ്പെടുത്തി പറയുന്നതിലെ അപകടം ഗുരുതരമാണ്. മനുഷ്യന്മാരെ കഴിവിന് അപ്പുറമുള്ളതൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം ഗുരുതരമാണ്. സ്വലാഹി പറഞ്ഞാലും ഇല്ലെങ്കിലും സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അഭൗതികവും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അള്ളാഹുവിന്റെ മാത്രം കഴിവുമാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. സൃഷ്ടികളുടെ എല്ലാം കഴിവിന് അപ്പുറമുള്ളതാണ് അഭൗതികം, അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, അത് മുസ്ലിം ലോകത്ത് തർക്കമില്ല. അപ്പൊ ഈ കരുവമ്പോയിൽ എന്നുള്ള നാട് മുസ്ലിം ലോകത്ത് ബന്ധമുള്ളതൊന്നുമല്ലേ? എന്നിട്ടോ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പിന്നെയും പറയാം, പ്രാർത്ഥനയുടെ നിർവചനത്തിൽ സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പറയുന്നതിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും മലക്കുകളും അടക്കമുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. ഇതാണ് നാളിന്നുവരെയുള്ള മുഴുവൻ മുവഹിദുകളുടെയും വിശ്വാസം. നാളിതുവരെയുള്ള മുഴുവൻ മുവഹിദുകളുടെയും വിശ്വാസം എന്ന് 2012 മാർച്ചിൽ ആ മുവഹിദീങ്ങളെ കൂട്ടത്തുനിന്ന് വിട്ടുപോകല്ല കാതിർക്ക എന്നാണ് കരുവമ്പോയിനോട് പറയാനുള്ളത്. നാളിന്ന് വരെയുള്ള എല്ലാ മുവഹിദുകളും അന്ന് അയാൾ എഴുതിയതോ അന്നും ഇന്നും എന്നും മുജാഹിദീങ്ങളുടെ നിലപാട് ഇതാണ്. ഇതൊന്നും കൂടി വൃത്തം വലുതാക്കി. നാളിന്ന് വരെയുള്ള മുഴുവൻ മുവഹിദുകളുടെയും വിശ്വാസം ഇതാണ്. എന്തിനെ ആ വിശ്വാസം വിട്ടുപോയി? എന്തിനെ മുവഹിദീങ്ങളെ വിശ്വാസം വിട്ടു? എന്തിനെ ശിർക്കന്മാരെ പിന്നാലെ പോയി?
എന്തിനെ ഖുബൂരികളുടെ വിശ്വാസത്തിലേക്ക് പോയി? അതുകൊണ്ട് ഇനിയാണ് പറയേണ്ടത് അത്തൂബു ഇലല്ലാഹ് എന്ന്. ഇവിടുന്നാണ് പോകുമ്പോഴല്ല പറയുന്നത്. തിരിച്ചു വരാൻ തയ്യാറാവണം. ഈ ആദർശപാതയിലേക്ക് കഴിഞ്ഞില്ല. ഇയാൾ പിന്നെയും പറയാം, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് തേടുന്ന കാര്യങ്ങൾ ജിന്നുകളുടെയും മലക്കുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളെയും കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളാണ്. അവകൾക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. എന്നിരിക്കെ ഈ നിർവചനത്തിൽ മനുഷ്യരല്ലാത്ത സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതം ഉൾപ്പെടുക ഇല്ലെന്ന് തൗഹീദ് അംഗീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ എഴുതാനും പറയാനും കഴിയും? എത്ര കൃത്യ! മനുഷ്യന് പുറത്തുള്ള മറ്റ് സൃഷ്ടികൾ ജിന്നും മലക്കും ഓലെ കഴിവും കൂടി പരിഗണിക്കാൻ പറ്റൂല എന്ന് തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയാൻ? എങ്ങനെ പറയാനും എഴുതാനും കഴിയാന്ന? അപ്പൊ മൂപ്പർക്ക് പറയാനും എഴുതാനും കഴിഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? മൂപ്പര് ഇപ്പൊ തൗഹീദ് ഉൾക്കൊള്ളുന്നില്ല. അതല്ലേ അർത്ഥം? അന്ന് മൂപ്പര് പറഞ്ഞു ബുദ്ധിയുള്ളവൻ പറയില്ല. മൂപ്പര് പറഞ്ഞു. അപ്പൊ ആ ബുദ്ധി നഷ്ടപ്പെട്ടു. മനസ്സിലാക്കണം. ഇതിലെഴുതി തൗഹീദ് ഉൾക്കൊള്ളുന്നതിന് എങ്ങനെ എഴുതാൻ കഴിയാൻ? പക്ഷെ മൂപ്പർക്ക് എഴുതാൻ കഴിയുന്നു. അതിനർത്ഥം എന്താ? തൗഹീദ് ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ? തീർന്നിട്ടില്ല. എന്നിട്ട് പറയാ, മനുഷ്യന്മാരുടെ മാത്രം കഴിവുകൾക്ക് അതീതമേ ഇതിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് ഒരു യഥാർത്ഥ മുജാഹിദിന് എങ്ങനെ പറയാൻ കഴിയും? മനുഷ്യന്മാരെ കഴിവ് മാത്രമേ ഇതിൽ ഉൾപ്പെടുള്ളൂ, അതിനപ്പുറമുള്ളതൊക്കെ അഭൗതികമാണ് എന്ന് യഥാർത്ഥ മുജാഹിദിന് എങ്ങനെ പറയാൻ കഴിയാന്ന് ഓർക്ക് ഇപ്പോഴും കഴിയണില്ല. യഥാർത്ഥ മുജാഹിദ് ഇപ്പോഴും പറയണില്ല. മുജാഹിദാന്നും പറഞ്ഞ് ഉള്ളിൽ കയറി കൂടിയ ചില ആളുകൾ ഓര് പറയുന്നുണ്ടാവാം, യഥാർത്ഥ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഇനിയുണ്ട്. ഞാൻ അക്ബർ സാഹിബിന് കുറച്ച് മറുപടി ഉണ്ട്, ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നാളിതുവരെയുള്ള മുവഹിദുകൾ സ്വീകരിച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് മൂവർ സംഘം വ്യതിചലിച്ചു. ചിലരെ തെറ്റിദ്ധരിപ്പിച്ചു, കൂടെ നിർത്തി, ചിലരെ വഞ്ചിച്ചു, അവരെ പറഞ്ഞു പറ്റിച്ചു, അങ്ങനെ അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചു ഇവിടെ എന്തോ ജിന്നുമായി ബന്ധപ്പെട്ട എന്തോ വലിയ പ്രശ്നം നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ സമൂഹത്തെ വഞ്ചിച്ചു. ആർക്കാ അബദ്ധം പറ്റിയത്? ആരാ വ്യതിചലിച്ചത്? ആരാ തൗഹീദിന് പോയത്? ആരാ പുതിയ വാദവുമായി വന്നത്? പറയേണ്ടതുണ്ട്. വെറുതല്ല നന്ദിക്ക് ആയിക്കൂടി പോകാത്തത്. ധൈര്യം പോകട്ടെ, നന്ദിയിലേക്ക് പോകട്ടെ, നമുക്കത് കാണാലോ. എന്നിട്ട് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, ഞാൻ കാണിക്കുന്നില്ല. അനസ് മൗലവി ആറ്റിങ്ങൽ പറഞ്ഞു, അതേപോലെ കട്ടുപാറയിൽ പറഞ്ഞു, എടമണ്ണയിൽ പറഞ്ഞു, എവിടെയെല്ലാം മടവൂരികൾക്കിതേ മറുപടിയുമായി പി കെ അഹമ്മദ് സാഹിബിന്റെ ഭാഷയെ പറഞ്ഞാൽ വാടകയ്ക്ക് പ്രസംഗിക്കാൻ വന്നിരുന്ന അദ്ദേഹം പറഞ്ഞ എല്ലാ സ്റ്റേജിലും ഇതേ മറുപടി പറഞ്ഞു. അന്ന് ഈ പറഞ്ഞൊക്കെ ശരിയായിരുന്നു. ഉമർ മൗലവി എഴുതി ശരിയായിരുന്നു. അതേപോലെ കരുവമ്പോയില് ഈ എഴുതി ശരിയായിരുന്നു. അതെല്ലാം ഹക്കാണ്. പക്ഷേ 2012 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആദർശം മാറി പുതിയ തലങ്ങളിലേക്ക് പോയപ്പോൾ അതൂബു ഇലല്ലാഹ് എന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവസാനം ഇതേ കരുവമ്പോയിലോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉമർ മൗലവി എഴുതി എന്താ ചെയ്യാം? ഉമർ മൗലവി എഴുതി എന്താ ചെയ്യാം? ഫോൺ ചെയ്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ? ഉമർ മൗലിക്ക് തൗഹീദിൽ തെറ്റുപറ്റി. ഉമർ മൗലിക്കും തെറ്റി തൗഹീദിൽ. പുലിക്കലിലെ കാരണവന്മാരെ, നിങ്ങളോട് ഇവിടെ നിന്നാണല്ലോ ഹനീഫ് കായക്കൊടി പറഞ്ഞത് ഉമർ മൗലിയുടെ പാത, അതേപോലെ KP മുഹമ്മദ് മൗലിയുടെ പാത, കുഞ്ഞീദ് മദനിയുടെ പാത, ആ പാത മതി നമുക്ക് എന്ന് ഇവിടെ നിന്നല്ലേ പറഞ്ഞത്. എന്നാൽ കരുവമ്പോയിലിൽ പറയുന്നു ഉമർ മൗലിക്ക് തെറ്റി. കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ച് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധിക്കുക. ഇസ്തിയാസാണ്. ജിന്നോട് ഇബാദുള്ള സഹായിക്കണമെന്ന് പറഞ്ഞ ഇസ്തിയാസല്ലേ? അല്ലല്ല, നമ്മള് വേറെ പറഞ്ഞില്ല. ഇസ്തിയാസല്ല. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം ആരെയും കാണാതെ ഇന്ന സഹായിക്കണ ആരോടും ഉമ്മനോടാണല്ലോ തേടുന്നത് എന്ന് വിളിച്ചാൽ നിങ്ങൾ പറയുന്നത് കേൾക്കണമല്ല. ആരെയും കാണുന്നില്ലെങ്കിൽ അള്ളഹാനോടാ പിന്നെ വിളിക്കേണ്ടി. അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി മുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം.
പക്ഷെ അത് വൈഫാണെന്നും ആ പ്രതീക്ഷിക്കാന്നുള്ള ആശയം കിട്ടാണ് ഹദീസ് വൈഫാന്നും പറഞ്ഞു. അപ്പം തന്നെ പിന്നെ അതുകൊണ്ടാണല്ലോ പിന്നെ പ്രതീക്ഷ അതിന് കിട്ടൂലോ. അതിന്റെ ഹദീസിന്റെ ആശയം മൂപ്പരല്ല എഴുതിയും പാലത്ത് എഴുതി അതിന്റെ ആശയം കിട്ടുന്ന ഹദീസ് വൈഫാന്നും പറഞ്ഞാൽ പിന്നെ ഒരു ആശയം പിന്നെ അതിന് നമുക്ക് കിട്ടാനില്ലല്ലോ. ഉമർ മൗലവി അല്ലല്ലോ നമ്മളത്. നമ്മളെ ഹദീസിനും ഉമർ മൗലവിക്ക് നമ്മൾക്കും ഒക്കെ ഒരു തത്വമുണ്ട്. വൈഫ് ഹദീസിന് നമുക്കൊരു ആശയം കിട്ടൂല. ഒന്നും വേണ്ട, നമ്മളൊന്നും എടുക്കണ്ട. പക്ഷെ അതിൽ നിന്ന് വന്നൊരു തത്വമാണല്ലോ മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വൈഫിനൊരു തത്വവും കിട്ടൂല. അങ്ങനെയെങ്കിൽ മൂപ്പര് എന്താ ആദ്യം പറയേണ്ടത്? ഹദീസിൽ ദുർബലമാണെന്ന് മൂപ്പര് പറഞ്ഞ മൂപ്പര് ആ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ മുമ്പ് പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾ തക്ലീദ് ചെയ്യുന്ന ആളാ? അല്ലല്ല, തക്ലീദല്ല. ഈ വൈഫാണ് ആൾ പറഞ്ഞാ പിന്നെ ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായില്ല. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായാൽ നോക്കിയാൽ നിങ്ങൾ ഞാൻ തൗഹീദീകരിച്ച് അല്ല, അങ്ങനല്ല. ഇബ്നു കസീറിന് തൗഹീദ് ഇരുന്നില്ലേ? അല്ല, അതല്ല. ഇബ്നു കസീർ നേർന്നില്ലേ? അല്ലല്ല, നിങ്ങളിപ്പോ ഒരു ഉമർ മൗലവിയുടെ വലിയ നമ്മളെ പ്രവാചകനായി ഉമർ മൗലവി എന്ന് പറഞ്ഞ ഉമർ മൗലവിക്കൊക്കെ പല കാര്യത്തിലും പല തെറ്റുകളും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബദ്ധം വന്നത് ഞാൻ കാണിച്ചു തരാം. ഉമർ മൗലവിക്കൊക്കെ പല കാര്യത്തിലും പല തെറ്റുകളും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബദ്ധം വന്നത് ഞാൻ കാണിച്ചു തരാം. ഉമർ മൗലവിക്കൊക്കെ പല കാര്യത്തിലും പല തെറ്റുകളും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബദ്ധം വന്നത് ഞാൻ കാണിച്ചു തരാം. ഉമർ മൗലവിക്കൊക്കെ പല കാര്യത്തിലും പല തെറ്റുകളും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബദ്ധം വന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഉമർ മൗലവിക്ക് പല വിഷയത്തിലും തെറ്റുപറ്റിയിട്ടുണ്ട്, പലതിലും തെറ്റിയിട്ടുണ്ട്. ഉമർ മൗലവിക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ ഇല്ല. ആ ഉമർ മൗലവിയുടെ പാത സ്വീകരിച്ച, ആ ഉമർ മൗലവിയെ ഇന്നും സ്നേഹിക്കുന്ന, ആ ഉമർ മൗലവിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മുജാഹിദുകൾ സമ്മതിക്കില്ല. ഇത് വല്ലാത്ത അപരാധമാണ്. ഒരു പുതിയ വാദം കൊണ്ടുവന്നിട്ട് അത് മുജാഹിദുകളുടെ മേൽ കെട്ടിവെച്ച് അത് വിജയിക്കാതെ പോയപ്പോൾ ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയത്രേ. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ലത്രേ. പിന്നെ ആർക്കാ മനസ്സിലായത്? കരുവമ്പോയില്ലേ ഉമർ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല. കെ എം മൗലവിക്കോ ഏതായാലും തിരിഞ്ഞിട്ടില്ല. എന്താ കാരണം? നമ്മൾ നേരത്തെ വായിച്ചു കെ എം മൗലവി എഴുതിയത്. എങ്കിൽ കരുവമ്പോയിൽ താങ്കൾ എന്തിനാ അന്ന് എഴുതിയത്? താങ്കൾ എന്തിനാ ഇതെഴുതി? കഴിഞ്ഞ വർഷമാണല്ലോ താങ്കൾ ഇസ്ലാഹിൽ എഴുതിയത്. ജിന്നിന്റെയും മലക്കിന്റെയും എല്ലാം കഴിവിനപ്പുറത്തുള്ളതാണ് അഭൗതികം എന്നല്ലാതെ മറ്റൊരു മറുപടി ഒരു മുജാഹിദിന് പറയാൻ കഴിയില്ല. ലോകത്തെ മുഴുവൻ മുവഹിദീങ്ങളെയും മറുപടി ഇതാണ് എന്ന് കഴിഞ്ഞ കൊല്ലം മാർച്ചിലല്ലേ താങ്കൾ എഴുതിയത്. ആ പാത ഒഴിവാക്കിയിട്ട് പുതിയ വഴിയിലേക്ക് പോയപ്പോ ഉമർ മൗലവിക്ക് തെറ്റിയെന്നോ, കെ എം മൗലവിക്ക് തെറ്റിയെന്നോ, കെ പി മുഹമ്മദ് മൗലവിക്ക് തെറ്റിയെന്നോ, കുഞ്ഞീര് മദനിക്ക് തെറ്റിയെന്നോ, ഇത് രേഖപ്പെടുത്തിയ മുഴുവൻ പണ്ഡിതന്മാർക്കും തെറ്റുപറ്റിയെന്നോ, എന്നിട്ട് നിങ്ങൾ 4-5 ആൾക്ക് മാത്രം തൗഹീദ് തിരിഞ്ഞു എന്നോ? ഇല്ല, മുജാഹിദുകൾ സമ്മതിക്കില്ല. ഈ വാദം കൊണ്ടുവന്നപ്പോൾ ഇനി എന്തൊക്കെയാ തിരുത്തേണ്ടി വരിക? എല്ലാം തുടക്കം മുതലേ മാറ്റി എഴുതേണ്ടി വരും. അതിന് തുടക്ക നമ്മൾ പുളിക്കൽ കേട്ടത്, ദുആ കേൾക്കാൻ അല്ലാഹുവിന് കഴിയുമെന്ന് പറയേണ്ടി വന്നതിന് എന്തുകൊണ്ട്? ഈ മാറ്റമാണ്, ഈ വ്യതിയാനമാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. അക്ബർ സാഹിബ് എഴുതിയില്ലേ? എന്താ എഴുതിയത്? നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മുടെ തൗഹീദിനെ എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയ ഒരു ലഘുലേഖ. ആ ലഘുലേഖയുടെ 3-ാമത്തെ പേജില് എന്താ അക്ബർ സാഹിബ് എഴുതിയത്? അദ്ദേഹം പറയാ, ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത് എന്നിട്ട് പറയാ. അടുത്ത വാചകം ശ്രദ്ധിക്കുക. ഈ ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്നൊഴിവാക്കിയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറഞ്ഞത്? അല്ലാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ടുന്ന ഈ ഇസ്തിആനത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യന്മാർ ഒഴിവാണ്. അഥവാ മനുഷ്യന്മാരോടുമാകാം
അള്ളാഹിനോടുമാകാം. ഇതല്ലേ അക്ബർ സാഹിബ് പണ്ട് മുസ്തഫ ഫൈസി പറഞ്ഞത് ഇയ്യാക നസ്തഈൻ മാത്രം അർത്ഥം വെക്കണ്ടാന്ന്? അന്ന് എന്തിനെ പിന്നാലെ കൂടി അവരെ എന്തിനെ ബഹളം ഉണ്ടാക്കി? അയാൾ പറഞ്ഞു മാത്രം അർത്ഥം വെക്കണ്ട. ഇപ്പൊ അക്ബർ സാഹിബ് പറഞ്ഞതോ അള്ളാഹിനോട് മാത്രമല്ല, ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരതിന് ഒഴിവാണ്. ഇതെന്തിനാ എഴുതിയത് അറിയോ? അദൃശ്യലോകത്തുള്ള ജിന്ന് ഒഴിവല്ല എന്ന് പറയാൻ വേണ്ടി. അദൃശ്യലോകത്തുള്ള ജിന്ന് ഒഴിവായിട്ടില്ല, അതുകൊണ്ട് ജിന്നിനോടത്തിയ ശിർക്കാണ്, ഇൻസിനോടത്തിയ ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷെ സാധാരണ ഈ ആദിവാസി പെണ്ണേക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ആദിവാസികളല്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരെ പുറത്തുനിന്ന് വന്നാല് ഒരിക്കൽ വലിയ നാണ, കാണാൻ വലിയ മടിയ, അതുകൊണ്ട് ഒരു മുഖം പൊത്തും. അപ്പൊ മുഖം പൊത്ത ഒന്നും കാണാഞ്ഞാല് ഉടുത്ത തുണിയുടെ പൊന്തിച്ചിട്ട് മുഖം പൊത്തുന്ന, എന്നാ പിന്നെ കാണൂലാന്ന പോലെ വെപ്പ്, അതിലും വലുത് അങ്ങേപ്പുറത്ത് കാണുന്നുണ്ടാവും. ഈ പണി ഇപ്പൊ അക്ബർ സാഹിബ് ചെയ്തത്. ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയപ്പോൾ എന്താ വന്നത്? ഇയ്യാക നസ്തഈൻ മാത്രം പോയി. ഇയ്യാക നസ്തഈൻ മാത്രം പോയി. ഞാൻ ചോദിക്കട്ടെ, അക്ബർ സാഹിബിന് സ്നേഹ സംവാദവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമോ? അദ്ദേഹം ഇറങ്ങുമ്പോ വരും ഒരു അമ്മയുടെ ഭക്തൻ, ഓൻ പറയും ഞാൻ അമ്മയോട് തേടുന്നത് നിങ്ങൾ ഈ ലഘുലേഖ പ്രകാരമാണ്. എന്താ കാരണം? നീ പറഞ്ഞ എന്താ? ദൃശ്യലോകത്തുള്ള മനുഷ്യൻ ഇതിന് ഒഴിവാണ്. അമ്മ ദൃശ്യലോകത്താണ്, അമ്മ മനുഷ്യനാണ്, അതുകൊണ്ട് അമ്മയോട് തേടുന്നു. അത് ശിർക്കല്ലാതെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, വെറുതല്ല. ആയത്താ കൊടുത്തത്. ഏതായത്ത് കൊടുത്തത്? അയാൾ പറയാം പരിശുദ്ധ ഖുർആനിലെ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി. അല്ലാഹു അതാർക്കും അറിയുന്നതാണ്. കണ്ടങ്ങള് രണ്ടായത്ത് ദുർവ്യാഖ്യാനിച്ചത്. ഒന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, മാത്രം ഒഴിവാക്കി. അള്ളാഹുവിലേക്ക് മാത്രം പോകേണ്ട ഇസ്തിആനത്ത് മനുഷ്യന്മാരിലേക്കുമാകാമെന്ന് നിങ്ങൾ എഴുതി വെച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഇസ്തിആനത്ത് നേരെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനോട് നടത്തിയാലും ശിർക്ക് തന്നെയാണ്. ആ ഇസ്തിആനത്ത് വേറെയാ, മറ്റത് വേറെയാ. അതിനല്ലേ അഭൗതികമായ സഹായത്തേട്ടം എന്ന് പറഞ്ഞത്? അഭൗതികമായ സഹായത്തേട്ടം മുന്നിൽ കാണുന്ന മനുഷ്യനോട് പറ്റുമോ? നേരെ മുന്നിൽ കാണുന്ന കല്ലിനോട് തേടിയ ശിർക്കല്ലേ? എന്തേ കാര്യം? ദൃശ്യലോകത്തല്ലാഞ്ഞിട്ടാ? ദൃശ്യലോകത്തല്ലാഞ്ഞിട്ടാ? അല്ലല്ലോ. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് റഹ്മാനായ റബ്ബിനോട് മാത്രം, ഒരു പടപ്പിനോടും പറ്റില്ല. ഞങ്ങൾ പറഞ്ഞ വിശ്വാസമല്ലേ? കരുവമ്പോയിൽ പറഞ്ഞുതരും, കരുവമ്പോയിൽ പറഞ്ഞുതരും. എന്താ കരുവമ്പോയിൽ എഴുതിയത്? അയാൾ ഇതേ ലേഖനത്തിൽ എഴുതുകയാ. മറുപടി 2 ഒന്ന് നമ്മൾ അർത്ഥം വായിച്ചാലും. രണ്ടാമത്തെ മറുപടി പ്രാർത്ഥനയുടെ വിഷയത്തിൽ അതിലൂടെ അള്ളാഹുവിനോട് പറയുന്ന കാര്യങ്ങൾ സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്കപ്പുറമാണെന്ന് പരിശുദ്ധ ഖുർആൻ അതിന്റെ പ്രഥമാധ്യായത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അക്ബർ സാഹിബിന് കരുവമ്പോൽ ക്ലാസ് തുറക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് എല്ലാ സൃഷ്ടികളെയും കഴിവിന് അപ്പുറത്താണ് എന്ന് ഫാത്തിഹ സൂറത്തിലുണ്ട്. ഖുർആനിലെ പ്രഥമാധ്യായമാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേൽവാക്യത്തിന്റെ അർത്ഥം. ഇവിടെ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ കഴിവുകൾ മാത്രമാണ് ഒഴിവാകുന്നത് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. എങ്ങനെ? ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യന് മാത്രം ഒഴിവാണ് എന്ന് മതത്തെക്കുറിച്ച് വിവരമുള്ളവൻ പറയില്ല. ഇപ്പൊ ആർക്കാ വിവരമുള്ളത്? ഇപ്പൊ ആർക്കാ വിവരം? എങ്ങനെ കരുവമ്പോയിൽ താങ്കളും അക്ബർ സാഹിബും ഒന്നിച്ചു നിൽക്കുക? ഏതാ വേലായുധന്റെ പാമ്പൻകൂട്? ഏതാ പാമ്പൻകൂട്? കായക്കൊടി പറയണം. ഈ രണ്ടിൽ ഏതാ ശരി? അക്ബർ സാഹിബ് എഴുതുന്നു ഇയ്യാക നസ്തഈൻ മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. കരുവമ്പോയിൽ എഴുതുന്നു മനുഷ്യനെ ഒഴിവാക്കി മതം അറിയുന്നു പറയില്ല. ഈ രണ്ടിൽ ആർക്കാ മതം അറിയുക? ഈ രണ്ടിൽ ആര് പറഞ്ഞതാ മതം? ആര് പറഞ്ഞ ദീന്? അതാ ഞങ്ങൾ പറഞ്ഞത്. തൗഹീദ് എന്ന് വിട്ടാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. ആകാശ ലോകത്തിൽ നിന്ന് വീണവനെ പോലെയാണ് തൗഹീദ് വിട്ടാൽ. അതാ സംഭവിക്കുന്നത്.
അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന് മനുഷ്യൻ ഒഴിവാണ് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ളവരാരും പറയുകയില്ല. എന്നിട്ട് പറയാ ഈ സൂക്തം വഴി സഹായം തേടപ്പെടുന്നതിന് പരിധിയില്ലെന്ന് മനുഷ്യരും ജിന്നുകളും മലക്കുകളും അടക്കം സകല സൃഷ്ടികളെയും അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. കണ്ടങ്ങള് ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇസ്തിആനത്ത് അത് അള്ളാഹുവിനോട് മാത്രം ഉള്ളത്. അല്ലാത്ത ഇസ്തിആനത്തോ അത് ഇതിൽപ്പെട്ടതല്ല. ആര്? മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യനും ജിന്നും മലക്കും എല്ലാവർക്കും ഇത് ബാധകാണ് എന്ന് കരുവമ്പോയില്. ഇനിയിപ്പൊ കരുവമ്പോയില് തെറ്റുപറ്റിയതായിരിക്കാം, അയാൾ പണ്ട് ഖുറാഫില്ലായിരുന്നു, ചാരനായി വന്നതാണെങ്കിലോ എന്ന് പറയുകയാണെങ്കിൽ വേണ്ട. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോട്ടെ, ഏതായാലും അമ്മസാങ്കയാണല്ലോ, ആ അമ്മസാങ്ക പറഞ്ഞോട്ടെ. എന്താ അമ്മോസൻ എഴുതിയത്? അമ്മോസൻ പറയാ, ഫാത്തിഹയിലെ ഇയ്യാക നസ്തഈൻ എന്നത് കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായം അള്ളാഹുവോട് മാത്രമേ തേടുകയുള്ളൂ എന്ന പ്രതിജ്ഞയാണ്. അതിൽ ഭൗതികമായ സഹായം മനുഷ്യരോട് തേടുകയില്ല എന്ന ആശയം അടങ്ങിയിട്ടില്ല. ഭൗതികമായ സഹായം മനുഷ്യരോട് തേടുകയില്ല എന്ന ആശയം ഇയ്യാക നസ്തഈൻ അടങ്ങിയിട്ടില്ല. മരോൻ പറഞ്ഞതോ ഇയ്യാക നസ്തഈൻ അത് ഒഴിവാക്കി നല്ല അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഭൗതിക സഹായം പരസ്പരം ആവശ്യപ്പെടാമോ ചെയ്തു കൊടുക്കാമോ എന്ന സംശയവുമായി ഒരാളും വാദപ്രതിവാദം കേൾക്കാൻ പോകില്ലല്ലോ. അത് AP അബ്ദുൽ ഖാദർ മൗലവി. ബുക്കാക്കിയത് EKM പന്നൂര്, പുറത്തിറക്കിയത് KNM. എന്താ വേണ്ടി? ഇനി എന്താ വേണ്ട? ഏത് KNM കൂട്ടരേങ്ങളുള്ളത്? അതുകൊണ്ട് KNM-നോട് കൂറുണ്ടോ? KNM-നോട് കൂറുണ്ടോ? ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച KNM പബ്ലിഷിംഗ് വിങ്ങിനോട് കൂറുണ്ടോ? എങ്കിൽ ആ സീറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ ലെറ്റർപ്പെടും സീലും ശരിയായ KNM-കാരെ, ശരിയായ മുജാഹിദുകളെ തിരിച്ചേൽപ്പിക്കാൻ ഇനിയെങ്കിലും മാന്യത കാണിക്കണമെന്നാ പറയാനുള്ളത്. KNM പുസ്തക EKM പന്നൂര് ക്രോഡീകരിച്ചത് വാദപ്രതിവാദങ്ങളിലൂടെ. ആരോട് അഭിമുഖം? AP അബ്ദുൽ ഖാദർ മൗലവിയോട്. AP പറയാ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാല് മനുഷ്യരോട് സഹായത്തായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. കരുവമ്പോയില് പറയാ മനുഷ്യനെ ഒഴിവാന്ന് മതമറിയുന്നോ പറയില്ല. അക്ബർ സാഹിബ് പറയാ മനുഷ്യനെ ഒഴിവാക്കി അല്ലാഹ് ഖുർആനിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ വക പറഞ്ഞതല്ല, ആയത്താ കൊടുത്തത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് കൊടുത്തിട്ടാ പറഞ്ഞത്. മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം. ഒന്ന് ഞാൻ നേരത്തെ ചോദിച്ചു നന്ദിപ്പള്ളിയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിർ ഈ ആയത്ത് ഇയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയതാണ് എന്ന് രേഖപ്പെടുത്തിയത് അക്ബർ സാഹിബിനോ കരുവമ്പൊയിലിനോ കായക്കൊടിക്കോ അനസ് മൗലവിക്കോ അബ്ദുറഹ്മാൻ സലഫിക്കോ ആർക്കെങ്കിലും കാണിക്കാനാകുമോ? മടപൂരിച്ചാരനെ വിളിക്കണില്ല, മൂപ്പയ്ക്കുന്ന തഫ്സീർ നാസസുല്ലമിക്ക് മൂപ്പയ്ക്കുന്ന തഫ്സീർ മൂപ്പരെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ ആയത്ത് വ്യാഖ്യാനിച്ചെങ്കിൽ കോഴിച്ച സംഭവത്തിൽ ഞാൻ തഫ്സീർ നീട്ടിയില്ല, നിങ്ങൾ വാങ്ങിയതല്ലോ. അതിന് മൂപ്പരെ മറുപടി തരുമോ? നിങ്ങൾ ഇങ്ങനെ നീട്ടുമ്പൊക്കെ വാങ്ങാനുള്ളതാ ഞാൻ. വല്ല കഥയിൽ പോയി. ഇത് അതല്ല ചങ്ങായിമാരെ, കിതാബ് ഓതിപ്പടിക്കാനല്ല, അതിന് ജാമ്യക്ക് പോരി. ഇത് വിഷയം പറയാ ഇല്ലാത്ത വായിച്ചു ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോഴാ നീട്ടിയത്. ഞാൻ കാണിച്ചു തരികയാണിട്ട് നിളിപ്പ ചോദിക്കുക, നിങ്ങൾ നീട്ടുമ്പോ ഞാൻ വാങ്ങാനുള്ള ആളാണോ? പിന്നെ എന്തിനാ അവിടെ വന്നത്? പിന്നെ എന്തിനാ കോഴിച്ചണിക്ക് വന്നത്? ഒന്നാകെ മുണുങ്ങാൻ ചരിച്ചു വന്നതാ. അപ്പൊ ഇനി അതൊരു അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ശബത്ത് കുത്താൻ പാടില്ലല്ലോ, അയാൾ നമ്മൾ വിടുക. അതുകൊണ്ട് എന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിർ ഇത് ഇയ്യാക നസ്തഈനിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തിരിച്ചു കാണിക്കാൻ പറ്റോ? ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വ്യാഖ്യാനിച്ച ഏതെങ്കിലും തഫ്സീറിൽ ഈ ഇസ്തിആനത്തിൽ നിന്ന് വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്തിലൂടെ മനുഷ്യരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി കാണിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പറയണം, പുളിക്കലേക്ക് വരണം, ഇനിയും നിങ്ങൾ പ്രസംഗിക്കണം, അവിടെ മറുപടി പറയണം. വരാതിരിക്കരുത്, നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങൾ മറുപടി പറയണം. ചോദ്യങ്ങൾ മറക്കരുത്. രണ്ട് ചോദ്യമായി മറുപടി കിട്ടിയേ പറ്റൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ജിന്നൂരിന്ന് വിളിച്ചിട്ട് കളിയാക്കാണ്ട് അത് രക്ഷപ്പെട്ടു പോകാന്നോ? പറ്റൂല. ഞങ്ങളേതായാലും ഇഹ്റാം കെട്ടി ഇറങ്ങിയതിനാണ്. ഞമ്മക്കേതായാലും ഇനിയിപ്പോ പള്ളി നോക്കാനില്ല, വരിസംഖ്യം കൊടുക്കാനില്ല, എറ്റപ്പാട് മുസ്ലിം കള്ളം കണ്ടോ നോക്കാനുമില്ല. അതൊക്കെ കള്ളന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇതേ പണിയുള്ളൂ.
അപ്പൊ ഞങ്ങൾ ഇഹ്റാം കിട്ടി ഇറങ്ങിയതാ. അത് തിരിച്ചു പിടിക്കുന്നവരെ ഞങ്ങളെ പണിയെടുക്കും. അത് തിരിച്ചു പിടിക്കാൻ അറിയും ചെയ്യാം. സിരി ടവറും കിട്ടും, മുജാഹിദ് സെന്ററും കിട്ടും, എത്രപ്പേടും കിട്ടും, സീലും കിട്ടും. ഇൻഷാ അല്ലാഹ് അത് എടുക്കാനുള്ള പണി ഞങ്ങൾക്ക് അറിയാം. കോടതിയും കൂട്ടും ഒന്നും വേണ്ട. മുജാഹിദികളെ മനസ്സിക്ക് തൗഹീദാണ് പഠിപ്പിച്ചു കൊടുത്താൽ മുജാഹിദികൾ ചെല്ലും വാങ്ങാന്. എങ്ങനെ കോഴിക്കോട് മുഹീദ്ദീൻ പള്ളി മുജാഹിദികളെ പള്ളിയായി മാറിയത്? ചാവി വാങ്ങി പോന്നിട്ടല്ലോ, എത്രപ്പോഴും സീലും അടിച്ചു മാറ്റിയിട്ട് പള്ളി അമ്മതാക്കിയതല്ലോ. പള്ളി കമ്മിറ്റിയും പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർക്ക് തൗഹീദ് പറഞ്ഞു. അപ്പൊ ഓലിക്കണ്ട് മാറി. സക്കറിയ സ്വല എപ്പോഴും പറയും ആൾക്കാർ മാറിയ പള്ളി മാത്രം അവിടെ കൂതല്ലോ എന്ന് പറഞ്ഞ മാറിയ സിരി ടവറുള്ള ഈ മൂവർ സംഘമല്ലാത്ത ബാക്കി മുഴുവൻ മുജാഹിദീങ്ങൾക്കും ഈ തൗഹീദ് പഠിക്കുന്നവരെ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ പല മൂന്നാളൊന്നും കൊടുക്കാൻ പറ്റുമോ? നമ്മൾതാന്നിട്ട് മുജാഹിദീങ്ങൾ അപ്പൊ അതിന്റെ ബാക്കി പറഞ്ഞു കൊടുക്കും. ആ പണിയാ ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ കേസ് കൊടുക്കാൻ പോടില്ല, വേറെ എത്രപ്പോഴും അടിക്കണില്ല, വേറെ സീലുണ്ടാക്കണില്ല, വേറെ സംഘടന ഉണ്ടാക്കണില്ല. ആ വക ഒരു പണിയിപ്പല്ല. നമ്മളിങ്ങനെ തൽക്കാലം ദഅവത്തൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കോർഡിനേഷനായി ദഅവത്തിനെ സജീവമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ സൈഫിനെ പെരക്കാരടക്കം മൂപ്പട് ചോദിക്കുക, അല്ല നിങ്ങൾ പറഞ്ഞ് ശരിയല്ലല്ലോ, ഇതല്ലേ പഴയ തൗഹീദ് എന്ന് മൂപ്പരെ പെരിന്ന് പെണ്ണുങ്ങൾ ചോദിക്കും ചെല്ലുമ്പോൾ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ തിരിച്ചു വരും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റബ്ബ് ആ നിലക്ക് ശരിയായ മുജാഹിദ് പ്രസ്ഥാനം ശരിയായ മുജാഹിദിന്റെ കയ്യിൽ തന്നെ റബ്ബ് ഏൽപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഏതായിരുന്നാലും ഇപ്പൊ ഈ മൂപ്പർ ദുർവ്യാഖ്യാനിച്ചു. ഇയാക്കസ്തൈന് മനുഷ്യനെ ഒഴിവാക്കി. അത് ഒഴിവാക്കിയപ്പോഴാണ് ഉമർ മൗലവിക്ക് തൗഹീദ് തെറ്റി എന്ന് പറയേണ്ടി വന്നത്. ഉമർ മൗലവിക്ക് തൗഹീദ് തെറ്റിയല്ലേ? മാത്രമല്ല ഒരു പടി കൂടി കടന്ന് പുളിക്കലിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞതെന്താ? ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമല്ല, ദുആ കേൾക്കുന്നവൻ. ഖുർആൻ എത്ര സ്ഥലത്ത് അല്ലാഹനെ പറ്റി പരാമർശിച്ചത്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ കാണാം, പല അമ്പിയായിന്റെയും പ്രാർത്ഥനയിൽ കാണാം, നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പല ദുആയിലും കാണാം. അല്ലാഹുവിന്റെ സിഫത്താണ് സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. തൗഹീദുൽ അസ്മാ വ സിഫാത്ത് നമ്മൾ സമുദായത്തെ പഠിപ്പിച്ചപ്പോ ഖുറാഫികൾ നിങ്ങൾ പുതിയത് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവരോ സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമൊന്നുമല്ല. ആയത്തുണ്ട് പറഞ്ഞത്, ആയത്തുണ്ട്, തഫ്സീറുണ്ട്. ആര്? സാക്ഷാൽ കായക്കൊടിയും നാസർ സുല്ലമിയും. ഒന്ന് ചാരന ചലിക്ക. എന്തിനാ ഹനീഫ്ക നിങ്ങൾ ഈ പണിക്ക് പോയത്? നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്. എവിടെത്തി ഈ ഹനീഫ് കായക്കൊടിയെ? നമ്മളൊക്കെ വിളിച്ചിട്ടില്ലേ വഅദ് പറയാന്, തൗഹീദ് പറയാൻ? നമ്മളൊക്കെ യൂണിറ്റിലേക്ക് ഇയാൾ വന്നിട്ടില്ലേ? 2ഉം 3ഉം പ്രാവശ്യം മുങ്ങിയാലും 4ാമത്തെ പ്രാവശ്യം നമ്മൾ പൊക്കിക്കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് ഇയാൾ തൗഹീദ് പറഞ്ഞപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, എന്നിട്ട് ഖുർത്തുബിന്റെ ഇബാറത്ത് സാധാരണ ആയത്തോതും പോലെ കാണാതെ പഠിച്ചു. സാധാരണ മുജാഹിദീങ്ങൾ അടക്കം മലക്കുകൾ പെടും, ജിന്ന് പെടും, അമ്പിയാക്കൾ പെടും, കൽമലായികത്തി വൽ അംബിയായി വൽ ജിന്നി വശയാത്തീൻ എന്ന് പറയാത്ത പ്രസംഗമുണ്ടോ നമുക്ക്? ഇനി എങ്ങനെ കായക്കൊടി ഖുർത്തുബി വായിക്കാം? ഇനി എങ്ങനെ കായക്കൊടി ആ ആയത്തർത്ഥം വെക്കാം? എന്നിട്ട് മൂപ്പര് പറയാ ദുആ അല്ലാഹ് കേൾക്കും. ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. സൂപ്പർ ബസാർ മുഖാമുഖത്തിന് കരീം മൗലവിനോട് ചോദ്യം ചോദിച്ചു, റഖീബാത്തി ദുആ കേൾക്കുമോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദുആ കേൾക്കൂല, വിളി കേൾക്കും. ദുആ കേൾക്കൂല, വിളി കേൾക്കും. കാരണം ദുആ ഖൽബിൽ നിന്നാണ്, അതൊരു ഇബാദത്താണ്. ആ ദുആ കേൾക്കുന്നവൻ, കേട്ടുത്തരം ചെയ്യുന്നവൻ അല്ലാഹു തആല മാത്രമാ. ബാഹ്യമായ വിളി അത് റഖീബത്തി മാത്രമല്ല, കായക്കൊടിയും കേൾക്കും. കായക്കൊടിയും കേൾക്കും. പഠിച്ചോനെ കായക്കൊടിക്ക് ഇതായത്ത് കൊടുക്കണേ നമ്മളിപ്പോ തോന്നാല് ബൈലസിൽ മൂപ്പര് കേൾക്കാൻ വരുന്നത്. അപ്പൊ ദുആ കായക്കൊടിയും കേൾക്കും, ബാഹ്യമായ വിളി എന്നർത്ഥത്തിൽ. ഞാൻ അവിടെ വിശദീകരിച്ചത് വിളി കേൾക്കും, ദുആ കേൾക്കുക. ദുആ ഖൽബിൽ നിന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാ? വഅൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണേ. കാരണം എന്താ? അല്ലാഹു തആല ഉത്തരം ചെയ്യില്ല ആർക്കെന്നോ? മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ശ്രദ്ധിക്കാത്ത ഖൽബിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യില്ല. മനസ്സറിയാതെ ഖൽബറിയാതെ നാവ് കൊണ്ട് തേടുന്ന തേട്ടങ്ങൾക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന